വരൂ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ഡോക്ടർ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് പോകുന്നതാ. പ്രിസ്ക്രിപ്ഷൻ ടെസ്റ്റ് ഒക്കെ നടത്തി. ആണോ? അതായത് ഇപ്പൊ ഏകദേശം ഒരു 4-5 മാസമായി ഇങ്ങനെ വയറിങ്ങനെ വീർത്ത് വരിക. മാത്രല്ല വയറ്റില് ഭയങ്കര ഒരു കട്ടിയിരിക്കുന്ന ഒരു ഫീല്. ആ സോഫ്റ്റ് ഒക്കെ കണ്ട് പോയിട്ടേ ഭയങ്കര കട്ടിയ വയറ്. പിന്നെ എപ്പോഴും ഭയങ്കര ക്ഷീണം, എപ്പോഴും ഉറങ്ങാനൊക്കെ ഇങ്ങനെ തോന്നുക, ഭയങ്കര ക്ഷീണം തോന്നുക. ആണോ? എന്നിട്ട് കുറവില്ല അല്ലേ? എന്താ ഭക്ഷണം എന്തേലും പിടിക്കാത്ത എന്തേലും ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നുമല്ല. മെയിനായിട്ട് എന്താ അറിയോ, ഈ വയറിന്റെ ഇവിടെ ഭയങ്കര കണ്ടോ, ഭയങ്കര കട്ടിയാണ് വയറ്. നോക്കട്ടെ. ഒരു മിനിറ്റ്. എത്ര മാസമായിട്ട് തുടങ്ങിയെന്നാ പറഞ്ഞ്? 5 മാസമായി ഉണ്ടാവും. 5 മാസമായി ഉണ്ടാവും. പേര് സുധി. 26. ആണോ? 5 മാസമായിട്ട് 5 മാസമായിട്ട് വേദന അങ്ങനെ സാധനമൊന്നുമില്ല. വേദന ഒന്നുമില്ല, ഒരു കട്ടി ഇങ്ങനെ വയറ്റിലിരിക്കുന്ന ഒരു ഫീല്. ഹസ്ബൻഡ് എന്താ ചെയ്യണേ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? മോള് 5 മാസം ഗർഭിണിയാണ്. സത്യ ഡോക്ടർ? ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഗർഭായിരിക്കില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മോളെ, ഇത് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലേ, അതിന്റെ റിസൾട്ട് ആണിത്. പിന്നെ ഞാനിത് കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയ സമയത്ത് 5 മാസം. അതിനങ്ങനെ? അതെ. അല്ല, ഇല്ല. നിങ്ങൾ ഇത് ഹോസ്പിറ്റൽ നിങ്ങളിരിക്കൂ, സമാധാനപ്പെടൂ. എല്ലാത്തിനും പരിഹാരമുണ്ട്. അല്ല, ഇതെന്താ ഡോക്ടർ, അങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നാലല്ലേ ഗർഭിണിയാവുള്ളൂ? എങ്ങനെയൊക്കെ ചെയ്യണ്ടെന്ന്? എന്താ പഠിക്കുമ്പോ ഉമ്മയൊക്കെ കൊടുത്തിട്ടുള്ളൂ, അങ്ങനെയൊന്നും ചെയ്ത് വെറുതെ ഉമ്മ കൊടുത്താ ശരിയാകുന്ന കാര്യല്ല മോളെ ഇത്. പിന്നെ ഇതില് ഞാൻ നിരപരാധിയാ ഡോക്ടർ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയാം. മിണ്ടാതിരിക്കും. എന്തായാലും മോൾ 5 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇനി അതിന് നമുക്ക് വേറെ ഒരു സൊല്യൂഷൻ ഇപ്പൊ ഇതിനകത്തില്ല. 5 മാസം കഴിഞ്ഞു, നടക്കൂല കാരണവരെ. കാരണം എന്താ വെച്ചാൽ ഇത് 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞാൽ നമ്മളുടെ എത്തിക്സ് അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ആളാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, വേണ്ട അച്ഛാ. ഞാൻ ആ സുഖേട്ടന്റെ കൂടെ വെറുതെ ഒന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ഇതെന്താണ് കുട്ടിയെ, നീ ഇത് തീരെ വിവരമില്ലാത്ത പോലെ പറയുന്നത്. ഇരുന്നാ നടക്കുന്ന കാര്യമാണോ? എന്തായാലും പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് ഇനി അവനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ അതിന്റെ ആളാരാണെന്ന് സുഖേട്ടന് അന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉള്ളു. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ എങ്ങനെയാ ഡോക്ടറെ ഒരാളെ വിശ്വസിക്കുക? നമ്മൾ സ്വന്തം മക്കളെ മാതിരി കണ്ടാനോ? നിങ്ങൾ അയാൾ കല്യാണം കഴിച്ചതല്ലെങ്കിൽ കഴിച്ചു കൊടുക്കും. അല്ലാതെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അശോകേട്ടൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്താണ് കുട്ടിയെ, നിനക്ക് ഇത്രക്ക് വിവരം ഇല്ലാണ്ടായോ? 2 കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞോണ്ടാണോ പോയിട്ട് രാത്രിയും പകലും ഒന്നും ഇല്ലാതെ പോയി വർത്താനം പറയുന്നത്? ഒരു വട്ടേ പോയിട്ടുള്ളൂ ഡോക്ടർ. മതിയല്ലോ, ഒരു വട്ടം പോയാ മതിയല്ലോ. എന്താണ് കാരണവരെ? ഇതിനകത്ത് ഇപ്പം ഞാൻ എന്താ പറയാ, 5 മാസം കഴിഞ്ഞു.
ഇനിയിപ്പം മെഡിക്കൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. എന്താ ഡോക്ടർ പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എടുക്കുന്ന എല്ലാ കുട്ടിയെ നീ പത്രവും ഇതൊന്നും വായിക്കലില്ലേ? നിനക്ക് ഇത്രയ്ക്കും വിവരമില്ലാത്ത പണി കാണിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് ഇത്രയും കാലം ഇത് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഇത് ആരോടാ പറയേണ്ടത്? ഒളിപ്പിച്ച് വെച്ചതല്ല ഡോക്ടർ, പിന്നെ നിനക്ക് അറിയില്ല, 26 വയസ്സായ കുട്ടിക്ക് അറിയില്ലേ ഇത് എന്താണ് എന്നുള്ളത്? തിരിച്ചറിയില്ലേ? വയറ് വീർത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ നീ വഴി പറ. നീ കണ്ടു എന്ത് പറയാൻ? നിങ്ങൾ അതിന്റെ ഒരു ഉടമസ്ഥൻ ആരാന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരം കാണിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ ആളെ അവർ പോലീസുകാർ പൊക്കിക്കൊണ്ടുവന്നോളൂ. അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇനിയിപ്പോ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങള് ഇതാ ഇത് അതിന്റെ പരിഹാരം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ കണ്ടെത്തു. വാടി നടക്കാൻ പറ്റും. എന്താണ് കുട്ടി ഇത്? ഇങ്ങനെയൊക്കെ ഇത് ഇത്രയും കാലം ഇവിടെ ഇരിക്കേണ്ട നടുവിൽ അങ്ങോട്ട് ഡോക്ടർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞില്ലേ? പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ നടക്കണ്ട്. കുട്ടികൾക്ക് ഒരു വിവരം ഇല്ലാത്ത 10ഉം 26ഉം വയസ്സായിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പറയാനാ? അല്ലടാ, അതെ, ഇല്ല ഞാനത് ക്യാൻസൽ ചെയ്തിരിക്ക. അവര് 15 ലക്ഷം രൂപയെ പറയുന്നു. അതിനുള്ള മുതലൊന്നും ഇല്ല. അപ്പൊ ഞാനത് എടുക്കണില്ല എന്ന് വിചാരിച്ചു. പിന്നെ മറ്റേ എടാ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണം. ഞാൻ അന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അവിടെ അപ്പുറത്തേക്ക് വരും. ഇല്ലടാ, ഞാനത് എടുത്തതിന്റെ ശേഷം അറിയിക്കാം കേട്ടാ. മറ്റേതല്ലേ? ഓക്കെ ശരി. അശോക, ഞാനേ അന്നെ കണ്ടൊരു കാര്യം പറയാൻ വന്നതാ. വരുന്നാണ്ട് വീട്ടിലേക്ക് വേണ്ട, ഇവിടുന്ന് പറയാനുള്ളു. അതെ, മോക്ക് ഇങ്ങനെ ഒരു മുഴ വയറ്റിന്, ഞാനിങ്ങനെ 5-6 മാസമായിട്ട് ഒരു മുഴ, അവള് വേദന പറയുന്ന ഒരു മുഴ 5 മാസമായി അവള് കൊണ്ട്. ആരോടും പറഞ്ഞിട്ടില്ലേ ഞാൻ കരുതി ഗ്യാസാന്ന്. അപ്പൊ ഇന്നിപ്പം ഗൈനക്കോളജിസ്റ്റിനൊക്കെ കാണിച്ചു. 5 മാസം ഗർഭിണിയാന്നാ പറയണ അവള്. അപ്പൊ ആളെ ചോദിച്ചിട്ട് അവള് പറയണില്ല, ആരാന്നുള്ളത് പറയില്ല. ചോദിച്ചു നോക്കായിരുന്നില്ലേ? അവസാനം എന്റെ പേരാ പറഞ്ഞത്. ഈയാണ് അതിന് കാരണം. ഞാനൊന്നാവില്ല. അത് അവൾക്ക് അങ്ങനെ പല ആൾക്കാരെ മോന്റെ മാതിരി ഞാൻ കണ്ടാന്ന് തന്നെ. ആ വീട് മുഴുവൻ സാധ്യത തന്നിട്ട് ഇങ്ങനെ ചതിക്കണ്ടായത്. അതെ, നിങ്ങളെ മോളത്ര ശീലാവതി ഒന്നല്ലല്ലോ. അവൾക്ക് വേറെ ആൾക്കാരെ കമ്പനി ഉണ്ട്. ഞാനൊന്നും ആവില്ല. മോനെ, എന്റെ മോളെ ചതിക്കരുത്. എന്റെ മോളെ ഞാൻ എന്ത് ചതിച്ചു? ഞാനൊന്നും ചതിച്ചിട്ടില്ല. നീ അവളെ കല്യാണം കഴിക്കണം. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 2 ഭാര്യമാരും കുട്ടികളും. മൂന്നാമത് എന്റെ മോളോട് നീ നടക്കില്ല. അവൾക്ക് വേറെയും ബന്ധങ്ങളുണ്ട്. അവളൊരു മോനെ പറയുന്നത് കേൾക്ക. അവരുടെ ഒരു മണ്ടി പെണ്ണാണ്, ഒന്നും അറിയില്ല. പെണ്ണായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചതിക്കരുത് മോനെ. ഞാൻ ചതിച്ചിട്ടില്ല. ഞാനല്ല. അല്ലല്ല, അവൾക്ക് വേറെ വേണമെങ്കിൽ 5 or 10 തരാം. അല്ലാതെ അതിൽ കൂടുതൽ ഒരു 10,000 റുപ്യ ഞാൻ തരാം. പൈസക്ക് പൈസ തന്നെ വേണല്ലോ. അത് ഒഴിവാക്കാൻ പറയും. അല്ലല്ല, നടക്കില്ല. ആളെ നോക്കിട്ട് ഈ കൊമ്പത്തിന്റെ ശവ ഓടോ, താനെന്താ ചെയ്യ്? ആയിക്കോട്ടെ. ഞാൻ അനുഭവിക്കണോ? ഒരച്ഛന്റെ വേദനയാണ്. ഞാൻ അറിയുന്നില്ല നിനക്ക്. ഞാൻ അനുഭവിക്കടാ. നാളെ ഈ കൊമ്പത്ത് നോക്കിട്ട് ഞാൻ തൂങ്ങടാ. നാട്ടുകാര് കൂടി അറിയട്ടെ.